സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയതായ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. നീ ഏതു സ്ഥിതിയിലാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ആരാണെങ്കിലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു. അവൻ നല്ലവരെയും ചീത്ത ആളുകളെയും സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്, ശാശ്വതമായ സ്നേഹമാണ്, നിരന്തരമായ സ്നേഹമാണ്. പെറ്റമ്മയുടെ സ്നേഹത്തെ കവിയുന്ന സ്നേഹമാണ്, അപ്പൻ്റെ സ്നേഹത്തെ കവിയുന്ന സ്നേഹമാണ്, സ്നേഹിതരുടെ സ്നേഹത്തെക്കാൾ കവിയുന്ന സ്നേഹം, പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെ കവിയുന്ന സ്നേഹമാണ്, അതിശയകരമായ സ്നേഹമാണ്. അവൻ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? നാം മറ്റ് ആരെയൊക്കെയോ സ്നേഹിക്കുന്നു, മറ്റെന്തിനെയൊക്കെയോ ഇഷ്ടപ്പെടുന്നു, മറ്റേതിനെയൊക്കെയോ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അവനാണ് ആദ്യം തന്നെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവനെ നാം സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നു. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സ്നേഹമാണെന്ന് ഒരാൾ പറയുവാനിടയായി. എന്താണ് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സ്നേഹമാണെന്നോ? അത് യഥാർത്ഥ സ്നേഹമല്ല, അത് ആഗ്രഹമാണ്, ആശയാണ്, ഇഷ്ടമാണ്. അത് അല്പകാലത്തേക്കേ കാണൂ. സ്നേഹമെന്ന വാക്കിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ, സ്നേഹമെന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. എന്താണത്? ത്യാഗമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ക്രിസ്തീയ രീതിയിലാണ് എങ്കിൽ ദേവദാസന്മാർ വാഗ്ദാനങ്ങൾ പറയിപ്പിക്കും. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്? നിന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച് രോഗത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും ഞെരുക്കത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാ സമയത്തും നിന്നെ ഉപേക്ഷിക്കാതെ, നിന്നെ കൈവിടാതെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യും. എത്ര ആളുകൾ ആ വാഗ്ദത്തങ്ങൾ കാക്കുന്നുണ്ട്? പെൺകുട്ടി ജനിച്ചെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ വീട്ടിൽ പറഞ്ഞു വിട്ട ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. എന്താണ്? സ്ത്രീധനം കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നതായ ആളുകളുമുണ്ട്. അമ്മായിമ്മ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്ത ആളുകളുമുണ്ട്. ഇല്ലെന്നാണോ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെയുള്ളവരുണ്ടോ ഇല്ലയോ? പറയൂ, ഉണ്ടോ ഇല്ലയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ നിബന്ധനകൾ ചെയ്താലും എന്തെല്ലാം ഉടമ്പടി ചെയ്താലും അതിനെല്ലാം മധ്യത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? ത്യാഗം. ത്യാഗമെന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സുഖം മാറ്റിവെച്ച്, നിന്റെ സന്തോഷം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത്. നിന്റെ ഇഷ്ടം നീ വിട്ടുകളഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം നിറവേറ്റുന്നത്. നിന്നെക്കുറിച്ച് നീ ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവർ ദുഃഖിക്കുന്ന സമയത്ത് ആ ദുഃഖം നിന്റെ ദുഃഖമായിട്ട് നീ എടുക്കുന്നത്. മറ്റുള്ള ഒരു വ്യക്തിയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിന്റെ കയ്യിലിരിക്കുന്ന നന്മയെ കൊടുത്തിട്ട് നീ കടം വീട്ടുന്നത്. അതാണ്. ഇത് ഇന്നത്തെ കാലത്തിലുള്ള മനുഷ്യരിലുണ്ടോ? പറയൂ. അന്ത്യകാലത്ത് ത്യാഗം കൂടുവാനിടയാകും എന്നാണോ ബൈബിളിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? അന്ത്യനാളുകളിൽ സ്വാർത്ഥത കൂടി വരും. മനുഷ്യരെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും സ്വാർത്ഥന്മാരാണ്. തന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ,
ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ, മക്കൾ മക്കളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ അതിനെ കുടുംബമെന്ന് പറയാൻ കഴിയില്ല. അവിടെ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും കാണില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ അവിടെ സ്നേഹമില്ല, അവിടെ ബന്ധങ്ങളില്ല, അവിടെ സമർപ്പണമില്ല, അനുസരണമില്ല. ഇന്നൊരുപാട് കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോകുന്നതിൻ്റെ കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. പണമുള്ളവരും അങ്ങനെയാണ്, പണമില്ലാത്തവരും അങ്ങനെയാണ്. എത്ര വലിയ വീടുണ്ടായാലും അവിടെ സ്നേഹമില്ലെങ്കിൽ അത് നരകതുല്യമാണ്. എത്ര പണമുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും യേശുക്രിസ്തു ആ ഭവനത്തിലില്ല എങ്കിൽ സമാധാനമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി മനുഷ്യരെ സ്നേഹിക്കുവാനിടയാകും, അയൽക്കാരെ സ്നേഹിക്കും. അയൽക്കാരെ സ്നേഹിക്കാത്ത വ്യക്തി തൻ്റെ ഭാര്യയെ സ്നേഹിക്കുമോ? വിവാഹം കഴിച്ച ഭർത്താവിനെ സ്നേഹിക്കുമോ? മാതാപിതാക്കളെ സ്നേഹിക്കുമോ? തൻ്റെ മക്കളെ സ്നേഹിക്കുമോ? തീർച്ചയായും സ്നേഹിക്കും. ഇതെല്ലാം ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുവാൻ ആരംഭിച്ചാൽ നിനക്കെല്ലാവരുമായി സഖ്യതയുണ്ടാകും, എല്ലാവരുമായി സമാധാനത്തിലായിരിക്കും. ഇവിടെ എത്ര പേർ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്? കൈകൾ ഉയർത്താമോ? അവനെ സ്നേഹിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യണം? പറയൂ. അവനെ സ്നേഹിക്കുന്നവർ എന്തു ചെയ്യണം? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന അനുസരിക്കുമെന്ന് പറഞ്ഞു. ബൈബിളിൽ എത്ര കൽപ്പനകളുണ്ട്? 10 615 കൽപ്പനകളുള്ളതായിട്ട് നമുക്ക് കാണാം. ലേവ്യ പുസ്തകം നോക്കുമ്പോൾ 615 കൽപ്പനകൾ അതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പ്രധാനപ്പെട്ടത് 10 കൽപ്പനകളുണ്ട്. വേറെ ചെറിയ ചെറിയ കൽപ്പനകളുണ്ട്. ഓരോ മനുഷ്യരും തെറ്റ് ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ കൽപ്പനകൾ കൊണ്ടുവരേണ്ടതായി വന്നു. ഒരാൾ പറഞ്ഞു, അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും അനുസരണക്കേട് കാട്ടുക എന്നാണ്. എപ്പോഴും അമ്മ നിന്നോട് അങ്ങനെ അരുതെന്ന് പറയുമ്പോൾ നീ അരുതാത്ത എന്തോ കാര്യം എപ്പോഴും ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് വാസ്തവം. 10 കൽപ്പനകൾ അറിയാവുന്ന എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തുക. നിങ്ങൾ ബൈബിൾ വായിക്കില്ലേ? ബൈബിൾ വായിക്കണം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു രൂപത്തെയും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ നാവിലെടുക്കരുത്. ശബത്ത് നാളിനെ ശുദ്ധിയോടുകൂടി ആചരിക്കണം. നീ ദീർഘായുസ്സോടെ ആയിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 6 കുല ചെയ്യരുത്. 7 എന്താണ്? മോഷ്ടിക്കരുത്. 8 വ്യഭിചാരം ചെയ്യരുത്. 9 നിന്റെ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10 നിന്റെ കൂട്ടുകാരനുള്ളതിനെ ഒന്നിനെയും തന്നെ ആഗ്രഹിക്കരുത്. യഥാർത്ഥമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ദൈവവും നമുക്കുണ്ടാകില്ല. വേറെ മനുഷ്യരെ നാം ദൈവമായിട്ട് കാണില്ല. മറ്റു വസ്തുക്കളെ നാം ദൈവമായിട്ട് കാണില്ല. ദൈവത്തെക്കാൾ അധികമായി നീ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതാണ് നിന്റെ ദൈവം. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ദൈവത്തോടൊപ്പമാണോ നീ ചിലവഴിക്കുന്നത്? അവൻ്റെ സന്നിധിയിലാണോ നീ പ്രാർത്ഥിക്കുന്നത്? അവൻ്റെ വചനം നീ വായിക്കുന്നുണ്ടോ? അവൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടോ? അതോ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ചിലരാണെങ്കിൽ നേരെ കണ്ണാടിയുടെ മുൻപിലോട്ടാണ് പോകുന്നത്. രാത്രി നല്ലവണ്ണം ഉറങ്ങി മുഖമൊക്കെ തുടുത്താണോ ഇരിക്കുന്നത്? എന്താണ്? സ്വയം നോക്കിക്കൊണ്ട് സന്തോഷിക്കുവാനിടയാവും. അങ്ങനെ എളുപ്പം നീ തന്നെയാണ് നിന്റെ ദൈവം. മറ്റു ചിലരാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ട് താലോലിക്കാനിടയാകും. ചക്കരെ, മുത്തേ, വാവയെ, പൊന്നിൻ കുടമേ എന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിക്കും. എന്താണ്? ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ദൈവത്തെ അവർ മറന്നു പോകുന്നു. ദൈവം നല്ല അനുഗ്രഹം കൊടുത്താൽ അനുഗ്രഹത്തെ കാണുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നു. ഇന്ന് അനേകം ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഹാലലുയ ഹാലലുയ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചിന്തിക്കാതെ ഹാലലുയ എന്ന് പറയരുത്. ഹാലലുയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രമെന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്തിനാണ് ഹല്ലേലൂയ പറഞ്ഞതെന്ന്. ദൈവത്തിൻ്റെ നാമത്തെ വൃഥാ എടുക്കരുത്.
വിദേശത്തുള്ള ആളുകൾ എപ്പോഴും ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് കേൾക്കാം. ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് മോഷ്ടിച്ചെന്ന് ചോദിച്ചാൽ ഓ മൈ ഗോഡ്, ഞാൻ മോഷ്ടിച്ചില്ല. തീർച്ചയായും അവൻ തന്നെയായിരിക്കും മോഷ്ടിച്ചത്. വെറുതെ ദൈവത്തിനെ പോലും പിടിച്ചിട്ട് ആ കള്ളത്തരത്തിന് സാക്ഷ്യമാക്കുകയും ചെയ്യും. നിന്റെ വാക്കുകൾ ഉവ്വെന്നും ഇല്ല എന്നുമാകട്ടെ. ദൈവത്തിന്റെ നാമമെടുത്ത് സത്യം ചെയ്യുവാൻ പാടില്ല. അനേകം ആളുകളും ഇപ്പോഴും ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അമ്മയാണ്, അപ്പനാണ്, നീയാണ്, ഞാനാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബൈബിളാണ് സത്യം. എന്താണ്? സത്യം ചെയ്യുവാൻ പാടില്ല. നിന്റെ വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നായിരിക്കണം, അല്ല എന്ന് പറഞ്ഞാൽ അല്ലെന്നായിരിക്കണം. കള്ളം എപ്പോഴാണെങ്കിലും വെളിയിൽ വരുവാനിടയാകും. സത്യം എപ്പോഴാണെങ്കിലും മനസ്സിലാക്കാനിടയാകും. ഇന്ന് നിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല എങ്കിലും സത്യം സംസാരിച്ചാൽ ഒരു ദിവസം ആളുകൾ മനസ്സിലാക്കും. ഈ ദിവസം നീ കള്ളം പറഞ്ഞ് സ്ഥാപിച്ചെടുത്താലും ഒരു ദിവസം നിന്റെ കള്ളം നിന്നെ പിടിക്കുവാനിടയാകും. കള്ളം പറയുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് കൈയുയർത്താൻ പറഞ്ഞാൽ ഞാൻ കുഴപ്പത്തിലാകും. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ കള്ളന്മാരാക്കി മാറ്റേണ്ടി വരും. മറ്റുള്ളവർ വിചാരിക്കുമെന്നും പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് കൈ ഉയർത്താതിരുന്നാൽ വീണ്ടും അത് കൂടുതൽ കള്ളം പറയുന്നവരാക്കി മാറ്റുകയാണ്. എന്താണ്? കള്ളം പറയുന്ന വ്യക്തികളെല്ലാം എവിടെ പോകുമെന്നാണ് ബൈബിളിൽ പറയുന്നത്? അഗ്നി നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരു കള്ളം മാത്രം പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കുമെന്നാണോ? ആ ഒരു കള്ളം പറഞ്ഞിട്ട് അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരു കള്ളം, വീണ്ടും അതിനുവേണ്ടി മറ്റൊരു കള്ളം, അങ്ങനെ ജീവിതം മുഴുവൻ കള്ളമായി മാറുന്നു. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ കള്ളം പറയില്ല. യേശുക്രിസ്തുവിന്റെ മക്കൾ സത്യം പറയുന്നവരായിരിക്കും. അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, സന്തതികളാണ്, സർപ്പസന്തതികളാണെന്ന്. കള്ളം പറയുന്നവരെല്ലാം പിശാചിന്റെ സന്തതികളാണ്. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കള്ളം പറയുന്ന സ്വഭാവമുണ്ടോ? വ്യാജം പറയുന്ന നാവുകളെ മുറിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഒരുപക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ കത്രികമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, എന്നിട്ട് കള്ളം പറയുന്ന എല്ലാവരുടെയും നാവുകൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ പറയാൻ കഴിയും? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയൂ. നഷ്ടമാണെങ്കിലും കഷ്ടമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നാശമായാലും ഞാൻ കള്ളം പറയുകയില്ല. ദൈവത്തിൻ്റെ നാമത്തെ വൃഥ ഉപയോഗിക്കില്ല. അതിനുശേഷം മാതാപിതാക്കളെ ബഹുമാനിക്കണം. എത്ര പേർക്ക് മാതാപിതാക്കളുണ്ട്? കൈകൾ ഉയർത്തുക. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരെ. എൻ്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോകാനിടയായി. അപ്പനും അമ്മയും സ്വർഗത്തിൽ പോയവർ കൈ ഉയർത്താമോ? ശരി, നിങ്ങളുടെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കല്ലറയ്ക്ക് പെയിൻ്റ് അടിക്കരുത്. എന്താണ്? അതുപോലെ പൂമാലയൊന്നും അവിടെ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. മരിച്ചവർക്ക് വേണ്ടി നാം എന്തു ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവർ ഉണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ മാത്രം കരയിക്കരുത്, ദുഃഖിപ്പിക്കരുത്. വാർദ്ധക്യത്തിൽ നിന്റെ മാതാവിനെ ഉപേക്ഷിക്കരുത്. ഇന്ന് അനാഥാലയങ്ങളെക്കാൾ കൂടുതൽ, അതായത് മാതാപിതാക്കളില്ലാത്തതായ അനാഥരായ കുട്ടികൾക്കുള്ള ആലയത്തെക്കാൾ മക്കൾ നോക്കാത്തതായ വൃദ്ധന്മാരുടെ സദനങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പ്രായം ചെല്ലുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്? അവരെ ഇറക്കിവിടും. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് എത്രമാത്രം ഭക്ഷണം വാരി തന്നിരിക്കാം. എത്രയോ തവണ നിങ്ങളുടെ കൈയും കാലും ഒക്കെ കഴുകി കുളിപ്പിച്ചിരിക്കാം. അതുപോലെ പ്രായമാകുമ്പോൾ മാതാപിതാക്കളും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കിടക്കയിൽ തന്നെ എപ്പോഴും കിടക്കേണ്ടി വന്നേക്കാം. എന്തൊരു കഷ്ടമാണിത്, എന്തൊരു ബുദ്ധിമുട്ടാണിത്. ഇവർ ചാകത്തില്ലേ എന്ന് പറഞ്ഞ് അവരെ നോക്കി പറയുകയാണെങ്കിൽ എത്ര സങ്കടമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതാപിതാക്കളെ സ്നേഹിക്കുവാനിടയാകും. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ പിതാവിൻ്റെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്. അപ്പനെ കാണുമ്പോഴേ എനിക്ക് കോപവും ദേഷ്യവും. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിച്ചു, ബഹുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും ഇഷ്ടമല്ല എങ്കിലും എൻ്റെ പിതാവായിട്ട് ഞാൻ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. മാതാപിതാക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക. മാതാപിതാക്കളെ അനുസരിക്കാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നവന് കാണപ്പെടുന്നതായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ കഴിയില്ലേ? യേശുവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ കരങ്ങൾ ഉയർത്തിയ ആളുകളെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കൂ. വാസ്തവത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ജീവിതത്തിൽ?
ദൈവത്തിനാണ്. യഥാർത്ഥമായി നീ ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ വായിൽ നിന്ന് കള്ളവും വഞ്ചനയും ചതിവും വരുവാൻ പാടില്ല. സത്യമായി നീ ദൈവത്തെ സ്നേഹിച്ച നിന്റെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വായി തുറന്ന് എല്ലാ വ്യക്തികളും പ്രാർത്ഥിച്ചാട്ടെ. ഇത് പ്രത്യേകമായ സമയമാണ്. ദൈവം സ്നേഹിക്കുന്നതായ നിന്നെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതായ നിന്നെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം നിന്റെ നന്മയ്ക്കായി മാറ്റുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന. വായു തുറന്ന കർത്താവിനോട് പറയുക, ഈ കഷ്ടവും ഈ ദുഃഖവും ഈ രോഗവും ഈ ദുരിതവും ഈ നിന്ദയും അപമാനവുമെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഈ കഷ്ടതയിൽ ഞാൻ തകർന്നു പോകാതെ, ഈ ദുഃഖത്തിൽ ഞാൻ വീണു പോകാതെ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചവനാണ്. അവൻ്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉണ്ട്. അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ ലോകത്തിലും പരലോകത്തിലും എന്നെ അവൻ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. വായു തുറന്ന് നിങ്ങളുടെ കർത്താവിനോട് സംസാരിക്കുക. കർത്താവേ, വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടല്ലോ. നിന്റെ ചിന്തകളിൽ ഞാൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പാ. നീ എന്നെ അറിയുന്നത് കൊണ്ട്, നീ എന്നെ കാണുന്നത് കൊണ്ട്, നീ എൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നല്ലോ. നീ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നല്ലോ. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവമാകുന്നല്ലോ നീ. മനുഷ്യൻ നൽകുന്ന അനുഗ്രഹങ്ങളല്ല, ക്രൂശിൽ നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ, ക്രൂശിൽ കൂടി എനിക്ക് നൽകിയതായ ആ ജീവിതം എനിക്ക് വേണമപ്പാ. ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച്, എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാനത്ത് മരിച്ചവനായി, എൻ്റെ പാപത്തെ വഹിച്ച് ശാപത്തെ വഹിച്ച് മരിച്ചവനായ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നപ്പാ. നീയല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ആരാണുള്ളത്? മനുഷ്യരെ സ്നേഹിച്ച് വഞ്ചിതരായിപ്പോയി, നഷ്ടങ്ങളുണ്ടായി. നീയാണെൻ്റെ കർത്താവ്, നീയാണെൻ്റെ ദൈവം, നീയാകുന്നു എൻ്റെ രാജാവ്. എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നിനക്കാണ്. എന്നെ നീ ഉപയോഗിക്കണമേ. നിന്റെ ഹിതമനുസരിച്ച് എന്നെ നീ ഉപയോഗിക്കണമേ. ഇതാ എൻ്റെ കരങ്ങൾ നീ ഉപയോഗിക്കണമേ. ഇതാ എൻ്റെ കാലുകൾ നീ ഉപയോഗിക്കണമേ. ഇതാ എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുകയാണ്. എന്നെ നീ ഉപയോഗിക്കണമേ. പിശാചെന്നെ തൊടുവാൻ പാടില്ല. പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരമുണ്ടാകുവാൻ പാടില്ല. എന്നെ നീ രക്തം കൊടുത്തു വാങ്ങിയതാണ്. നിന്റെ സ്വത്താകുന്നു ഞാൻ. നിനക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരം പിടിച്ച് നടത്തണമേ അപ്പാ. കഷ്ടതയിലായിരിക്കുന്നു, നിന്ദകളിലായിരിക്കുന്നു, അപമാനത്തിലുമായിരിക്കുന്നപ്പാ. എവിടേക്കും പോകുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. എന്നെ സ്നേഹിക്കുന്ന യേശുക്രിസ്തു ഉണ്ടെന്ന്, എൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ നന്നായി അറിയുന്ന യേശു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എൻ്റെ അപ്പാ. ഈ ദിവസം നീ എന്നെ ഓർമ്മിപ്പിച്ചതിനായിട്ട് നന്ദി. എൻ്റെ കഷ്ടത വഹിച്ച്, എൻ്റെ പാപങ്ങൾ വഹിച്ച് മരിച്ചവനായ യേശുവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നീയല്ലാതെ ആരുണ്ട്? മനുഷ്യരെ സ്നേഹിച്ച് വഞ്ചിതരായിപ്പോയി, അപമാനിതരായിപ്പോയി. നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് എന്നെ വിടുവിക്കുന്നവൻ. എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിനക്കാണ്. എന്നെ നീ ഉപയോഗിക്കണമേ. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഞാൻ നിന്റെ സ്വന്തമാകുന്നു. നിനക്ക് വേണ്ടി വേല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നടത്തണമേ. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പലവിധമായ കഷ്ടങ്ങളുണ്ട്. എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. എന്നോട് മനസ്സലിയണമേ. എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ടെന്നും, എന്നെ കരം പിടിച്ചു നടത്തുന്ന ദൈവമുണ്ടെന്നും, എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുമുള്ളതായ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറില്ലായിരുന്നു. ഈ ദിവസം നീ എന്നോട് സംസാരിക്കുവാനിടയായല്ലോ. എന്നെ നീ തിരഞ്ഞെടുത്തുവെന്ന്, എന്നെ നീ വേർതിരിച്ച വ്യക്തിയാണെന്നും, നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ ദൈവമാണെന്നും ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഈ ദിവസം മുതൽ എന്തെല്ലാം കഷ്ടത വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി പോകേണ്ടി വന്നാലും, എൻ്റെ യേശു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടില്ല.
എൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം, ഞാൻ ജീവിതത്തിൽ വീണുപോകാതെ വണ്ണം, എൻ്റെ ശരീരത്തിന് രോഗങ്ങൾ വരാതെ വണ്ണം, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വേദന അനുഭവിക്കാതെ വണ്ണം എന്നെ കാക്കുന്ന യേശുക്രിസ്തു ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടുന്ന് പോകുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.